നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിതാരാജ് ഗുരുവായൂർ സ്വദേശിയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലത്തെ ഉച്ചപൂജയുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഇന്നലെ ഊഞ്ഞാലിലിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ. ഊഞ്ഞാലിലിരുന്ന് വളരെ സുന്ദരനായിട്ട് ഊഞ്ഞാലിലിരുന്ന് ആടുമായിരുന്നു. കുറേ ദിവസമായില്ലേ, ഉണ്ണികൃഷ്ണൻ തന്നെയാണ് കേട്ടോ. എപ്പോഴും ഉണ്ണികൃഷ്ണനായിട്ടുള്ള ദാമോദരലീലയായിരുന്നു മിനിയാന്ന്. ഇന്നലെ ഇതിപ്പോൾ ഊഞ്ഞാലിലാടുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഊഞ്ഞാലിലാടുന്ന ഉണ്ണികൃഷ്ണനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ച് തൊഴുതോളൂ കേട്ടോ. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ജ്യോതി ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. മമ്മിയൂരമ്പലവും ഗുരുവായൂരമ്പലവും തമ്മിലുള്ള ബന്ധം പറയാൻ പറ്റുമെന്ന്. മമ്മിയൂരമ്പലവും ഗുരുവായൂരമ്പലവും ഈ ഗുരുവായൂരമ്പലം വന്ന ആ കാലം മുതലേ ഉള്ള ബന്ധമാണ്. അതായത് ഇവിടെ ആദ്യം ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു ദിവ്യ വിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സ്ഥലം എന്ന രീതിയിൽ കണ്ടെത്തിയത് ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിലെ ഈ പ്രതിഷ്ഠ ഇരിക്കുന്ന ഇതേ സ്ഥലമായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ മമ്മിയൂരപ്പൻ ധ്യാനത്തിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അവർക്ക് നിർദ്ദേശം നൽകിയത്. അതായത് അവർ ആകാശമാർഗ്ഗേണ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഏത് സ്ഥലമാണ് നന്നായിരിക്കുക എന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയപ്പോൾ മമ്മിയൂരപ്പനാണ് അവർക്ക് നിർദ്ദേശം നൽകിയത്. ഇവിടെയാണ് ഭഗവാനെ പ്രതിഷ്ഠിക്കേണ്ടതെന്നും അദ്ദേഹം കുറച്ച് വടക്കോട്ട് മാറിയിരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ഗുരുവായൂരപ്പനും മമ്മിയൂരപ്പനും അത്രയും ക്ലോസ് ആണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ആചാര്യന്മാരുടെ വാക്കുകളൊന്നും അല്ല കേട്ടോ ഇത്. നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ വർത്തമാനം പറയണേ. അപ്പോൾ അങ്ങനെയാണ് മമ്മിയൂരപ്പനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധം. ഇത് ഭക്തരായ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ മമ്മിയൂരപ്പനെയും കൂടി പോയി തൊഴണം എന്നുള്ളതാണ്. അതിന് സാധിക്കാത്തവർക്കാണ് അവിടെ ഭഗവതിക്കെട്ടിൻ്റെ അവിടെ നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തൊഴുക എന്നുള്ളൊരു സമ്പ്രദായം. അത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറോട്ട് നോക്കി ഭഗവതിക്കെട്ടിൽ നിന്ന് തൊഴുതാൽ മതി എന്ന സമ്പ്രദായം ഒരുപക്ഷെ മേൽപ്പത്തൂരായിരിക്കാം ആദ്യമായിട്ട് ഇവിടെ തുടങ്ങി വെച്ചത് എന്നും അദ്ദേഹത്തിൻ്റെ കാലിന് അത്രയും വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് അതുവരെയും നടക്കാനുള്ള പ്രയാസം കൊണ്ട് ചിലപ്പോൾ അദ്ദേഹമായിരിക്കാം ഇങ്ങനൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചതെന്നും ഒക്കെയാണ് ആചാര്യൻ പറയാറുള്ളത്. എന്തായാലും കാലിന് അസുഖമൊന്നുമില്ലെങ്കിലും മടി കലശലായതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലേ ചെയ്യാറ്. ഭഗവതിക്കെട്ടിൽ നിന്ന് നേരെ മമ്മിയൂർക്ക് നോക്കി തൊഴുക എന്നുള്ളതല്ലാതെ ദിവസവും എല്ലാ ദിവസവും ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുന്ന എത്ര ഭക്തർ അവിടെ പോയി തൊഴുന്നുണ്ടാവും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കാം. പക്ഷേ നിങ്ങളിൽ പലരും വർഷത്തിലൊരിക്കൽ വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരാവുമ്പോൾ ഇവിടുത്തെ ഈ ഒരു ക്യൂ സംവിധാനം, അതിൽ നിന്ന് തളരുക, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്നാലും നിങ്ങളൊന്നുകൂടെ ശ്രമിച്ചാൽ സാധിക്കാതിരിക്കില്ല. 12:30 വരെ സമയമുണ്ട്. ഉച്ചയ്ക്ക് 12:30 മമ്മിയൂരപ്പൻ്റെ നട അടയ്ക്കുള്ളൂ. സാധിക്കുമെങ്കിൽ മമ്മിയൂരപ്പനെയും കൂടി ഒന്ന് പോയി തൊഴുതോളൂ കേട്ടോ. അടുത്തതായി ശ്യാമള ബാലകൃഷ്ണൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ശ്യാമള ചേച്ചി നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ചേച്ചി വളരെ നന്ദി കാണുന്നതിന്. അമ്മയാണെങ്കിൽ അമ്മ വളരെ നന്ദി കാണുന്നതിന്. അപ്പോൾ അമ്മ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ മമ്മിയൂരപ്പനും ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ മമ്മിയൂർ അമ്പലത്തിലെ പൂജാവിധികളെല്ലാം പറയാൻ വല്ല ഓപ്ഷൻസും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പോ അതുപോലെ ഇതുപോലെ ഏതെങ്കിലും ചാനൽസോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ അറിവിൽ ഇപ്പോൾ അങ്ങനെ മമ്മിയൂർ അമ്പലത്തിനെ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അതല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് ചാനലോ കണ്ടിട്ടില്ല കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മമ്മിയൂരപ്പൻ്റെ കാര്യങ്ങളും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മമ്മിയൂരപ്പൻ്റെ. ഉടനെ തന്നെ നമ്മളത് ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രോത്സാഹനവും നൽകണം.
ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ ഇനി അടുത്ത അമ്പലത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ള സജഷനാണ് കേട്ടോ ഇത്. ഈ പരിസര പ്രദേശത്തുള്ള അമ്പലങ്ങളും അവയുടെ പ്രാധാന്യവും പൂജാവിധികളും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ വീഡിയോസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളും തീരുമാനിച്ചത് എന്ന്. അങ്ങനെ ആവാം, കാരണം നമ്മളൊരു കുടുംബമാണല്ലോ. അപ്പോൾ കുടുംബത്തിലെ നിങ്ങളെല്ലാവരും കാരണവന്മാരാണ് ഞങ്ങളുടെ, അല്ലെങ്കിൽ അനിയത്തിമാരോ അനിയന്മാരോ ആണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സജഷൻസ് ഞങ്ങൾക്ക് അത്രയും വാല്യുവബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞതിന് പ്രകാരമാണ് ഇപ്പോൾ ആദ്യം മമ്മിയൂരിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും, നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. അശ്വനി നന്ദൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഉദയാസ്തമന പൂജ ഷീട്ടാക്കാൻ എത്ര രൂപയാണെന്ന്. ഇപ്പോൾ നിലവിൽ 1.5 ലക്ഷം രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. എന്നാൽ അത് ഒരുപാട് വർഷത്തേക്ക് ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. 2050 വരെയുള്ളത് ബുക്കിംഗ് ആയി എന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അത്രയും കാലം കഴിഞ്ഞതിന് ശേഷമേ നമുക്കൊരു ഡേറ്റ് അലോ ചെയ്യുള്ളൂ. അങ്ങനെ ഡേറ്റ് അലോ ചെയ്യുമ്പോൾ ഏത് ദിവസമാണോ ആ ദിവസത്തെ അന്നത്തെ റേറ്റിൽ വ്യത്യാസം വരും. കാരണം ഈ ഉദയാസ്തമന പൂജയുടെ ഇന്നത്തെ ചിലവാണ് ഈ 1.5 ലക്ഷം രൂപ. അന്ന് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ചിലവ് കൂടുമല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം ആ ഒരു സമയത്ത് നമ്മൾ ദേവസ്വത്തിലേക്ക് വീണ്ടും അടയ്ക്കേണ്ടതായിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ബുക്കിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. കുറച്ച് കാലം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലത്തെ ഓൾറെഡി കഴിഞ്ഞ കാരണം കുറച്ച് കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും തുടങ്ങിയോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അജില എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഉച്ചപൂജയുടെ അലങ്കാരം കളഭാലങ്കാരം ചെയ്യുമ്പോൾ 2 രൂപങ്ങളൊക്കെ ചാർത്തുന്ന സമയത്ത് വേറെ എക്സ്ട്രാ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഈ വിഗ്രഹത്തിലല്ലാതെ, അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ മകരവിളക്കിൻ്റെ അന്ന് ഗുരുവായൂരപ്പനും അയ്യപ്പസ്വാമി മകരജ്യോതി 18-ാം പടിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ 2 രൂപങ്ങളൊക്കെ ചാർത്തുന്ന സമയത്ത് അവിടെ വേറെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണോ എന്നാണ് സംശയം. പക്ഷെ അല്ലാട്ടോ, ആ ഒരു 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള വിഗ്രഹത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇതൊക്കെ ചാർത്തുന്നത്. അതെങ്ങനെയാണ് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഗുരുവായൂരപ്പന് മാത്രമേ അറിയുള്ളൂ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഈ ചാർത്തുന്ന മേൽശാന്തിയോടോ അല്ലെങ്കിൽ ഓദിക്കന്മാരോടോ ആരോട് ചോദിച്ചാലും അവരതന്നെയാവും മറുപടി പറയാൻ തോന്നുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, അതല്ലാതെ എങ്ങനെയാണ് അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കും വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. അതൊക്കെ ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെ തന്നെ പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇനി എൻ്റെ ഒരു അനുഭവം പറയാണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളത് ഗുരുവായൂരപ്പൻ പറഞ്ഞ പോലെ സ്വീകരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഉച്ചപൂജ തൊഴുതിട്ട്, ഉച്ചപൂജയ്ക്കല്ല ഞാൻ തൊഴുതേ, വൈകുന്നേരം ഞാൻ തൊഴുതിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ എന്നോട് അവിടെ ഉണ്ടായിരുന്ന കാവലായിട്ട് നിൽക്കുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, നല്ലോണം നോക്കിയില്ലേ ഗുരുവായൂരപ്പനെ, ഉച്ചപൂജയുടെ അലങ്കാരം പറയാൻ പഠിച്ചില്ലേ എന്ന് ചോദിച്ചു, നാളെ യൂട്യൂബിൽ പറയേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, ഗുരുവായൂരപ്പൻ ചോദിക്കണ പോലെ എന്നെ ശരിക്കും കണ്ടില്ലേ, എൻ്റെ അലങ്കാരം ശരിക്കും മനസ്സിലാക്കിയില്ലേ എന്ന് അദ്ദേഹം നേരിട്ട് ചോദിക്കില്ലല്ലോ. അതുപോലെ തോന്നി എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ. എന്തായാലും ഭയങ്കര സന്തോഷം. അത് ഓരോ ദിവസം കണ്ട് പറയുന്നതും കാണാതെ പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു, ഊഞ്ഞാലിലിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു. വളരെ സന്തോഷം തോന്നിയ രൂപം തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഊഞ്ഞാലാടും, ഇടയ്ക്കിടയ്ക്ക് ആനപ്പുറത്ത് കയറാറുണ്ട് അല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ. പിന്നലെ അങ്ങനെ ഒരു രൂപമായിരുന്നു കേട്ടോ. അടുത്തായി ഗുരുവായൂരത്തെ തന്നെ ഒരു കുട്ടിയാണ് കേട്ടോ, സൂര്യ എന്ന പേരായിട്ടുള്ള ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. പല സമയത്തായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ചൂല് വഴിപാടായിട്ട് ഭക്തർ സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തലമുടി വളരാൻ വേണ്ടിയിട്ടാണെന്നാണ് മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. എനിക്ക് വേണ്ടിയൊക്കെ എൻ്റെ മുത്തശ്ശി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. എനിക്കറിയില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങളത് ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. ഞാൻ മുമ്പ് കയറ് വഴിപാട് ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ആ കയറ് വെച്ച് കെട്ടിത്തൂങ്ങി മരിച്ചൂടെ എന്ന് വരെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ചിരിച്ചു തന്നെ തള്ളിയത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. കയറെടുത്ത് വഴിപാടായിട്ട് സമർപ്പിച്ചിട്ട് ശ്വാസ തടസ്സം നീങ്ങിയതായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആര് പറഞ്ഞാലും അതിൽ തളരില്ല. ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു, കയർ വഴിപാട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂലെടുത്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ചൂല് വാങ്ങിയ ഗുരുവായൂരപ്പന്, ഈർക്കിൽ ചൂല് നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടോ അതല്ലെങ്കിൽ വാങ്ങിയതോ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത് നമ്മളുടെ തലമുടി വളരാനാണ്, അല്ലെങ്കിൽ ഹെയർ പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്.
ഇത് ഞാൻ പറഞ്ഞാൽ കുറച്ച് പേര് വിശ്വസിക്കുന്നു തോന്നുന്നു. എനിക്ക് തലമുടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളത് വിശ്വസിച്ചേക്കാം. എന്തായാലും ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് എന്ത് വഴിപാട് ചെയ്യുകയാണെങ്കിലും, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു പിടി മണ്ണാണെങ്കിലും ഭഗവാനോട് ഭക്തിപൂർവ്വം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഗുരുവായൂരപ്പൻ നമുക്ക് തരിക തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അനുഭവം. കാരണം ഇപ്പോൾ ഓരോരുത്തരും ചോദിക്കും ഇന്നത് എന്തിനാണ് അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ പൗഡർ അവിടെ കൊണ്ടുവച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണാടി, ചീർപ്പ്, കന്മഷി, ഇതെല്ലാം അവിടെ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അപ്പോൾ അത് ആ കൊടുക്കുന്ന ഭക്തജനങ്ങളുടെ മനസ്സിലുണ്ടാവും ഇന്ന കാര്യത്തിന് എന്ന്, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി എന്തെങ്കിലും അവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം, അത് നടന്നിട്ടുണ്ടായിരിക്കാം. അതല്ലാതെ എനിക്ക് അത് ഇന്നതിന് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചൂല് വഴിപാട് നടത്തുന്നത് ഹെയർ പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ എൻ്റെയും അനുഭവം തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു, ചൂല് വഴിപാട് നൽകുന്നത് ഹെയർ പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അത്ര ചോദ്യങ്ങളെ എടുത്തുള്ളൂ. ചോദ്യങ്ങൾ പതിവ് പോലെ പെൻഡിങ് വെച്ചിട്ടുണ്ട്. അത് കൊണ്ട് ഉടൻ തന്നെ അത് എല്ലാത്തിനുമുള്ള മറുപടി ഗുരുവായൂരപ്പനെ പറഞ്ഞു തരട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്കുള്ള ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ വാട്സപ്പിൽ എന്തായാലും മെസ്സേജ് ചെയ്തോളൂ. വാട്സപ്പിൽ എനിക്ക് ചോദ്യങ്ങൾ അയച്ചോളൂ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കമൻറ്റായിട്ടും കൂടെ ആ ചോദ്യങ്ങളൊന്നും ഇടൂ. കമൻറ്റിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല കമൻറ്റായിട്ട് വരുന്നതിനാണ് കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് ഒരു ആധികാരികത ഫീൽ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പറയുന്നു എന്നുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വെറുതെ എന്തിനാ എന്നെ കേൾപ്പിക്കണേ. അപ്പം നിങ്ങൾ എന്നോട് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു കമൻറ്റായിട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്കും സന്തോഷമാണ്. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ചെയ്യൂ കേട്ടോ. എന്തായാലും ഇന്ന് അത്രയേ ഉള്ളൂ. ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, ഊഞ്ഞാലിൽ നിന്ന് വീണ് പരിക്കൊന്നും പറ്റാതെ ഉണ്ണി ഇന്നലെ മുഴുവൻ ഊഞ്ഞാലാടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ അവസാനിപ്പിക്കാം.